ഓം ശാന്തി 13/3/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, പദവിയുടെ ആധാരം പഠിത്തമാണ്. ആരാണോ പഴയ ഭക്തർ അവർ നന്നായി പഠിക്കും, പദവിയും നല്ലത് എടുക്കും. പഠിത്തമെന്നത് വരുമാന മാർഗമാണ്. എത്ര നന്നായി പഠിക്കുന്നുവോ അത്രയും ഉയർന്ന പദവി ലഭിക്കും. ഇവിടെ പഠിക്കുക എന്നർത്ഥം കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ്. ഏത് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്? എന്താണോ ബാബ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് അതിൻ്റെ യഥാർത്ഥ രീതിയിൽ, പരിധിയില്ലാത്ത രീതിയിൽ നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് തീർച്ചയായും സ്വാധ്യായം ആവശ്യമാണ്. ആരാണോ ദ്വാപരയുഗം മുതൽ തന്നെ ഭക്തി തുടങ്ങിയത് അവർ അവ്യഭിചാരി ഭക്തി ചെയ്തിട്ടുള്ളവരാണ്, സതോപ്രധാന ഭക്തി ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള ആത്മാക്കൾ തീർച്ചയായും നന്നായി പഠിക്കും. കാരണം ആരാണോ തുടക്കം മുതലേ ഭക്തി ചെയ്തിട്ടുള്ളത് അവരായിരിക്കും സത്യുഗത്തിൻ്റെ തുടക്കം മുതലേ വന്നിട്ടുള്ളതും ഉയർന്ന പദവിയിൽ ഇരുന്നിട്ടുള്ളതും. അങ്ങനെയുള്ള ആത്മാക്കൾ കഴിഞ്ഞ കൽപ്പത്തിലെ സംഗമയുഗത്തിലും വളരെ നന്നായി പഠിച്ചിട്ടുണ്ടാകും, ഉയർന്ന പദവി എടുത്തിട്ടുണ്ടാകും. അത് ഈ കൽപ്പത്തിലും അവർ ആവർത്തിക്കും. നന്നായി പഠിക്കും, നല്ല പദവി എടുക്കും. ചോദ്യം: ആരാണോ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നത് അവരുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: ഓർമ്മയിലിരിക്കുന്നവർക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടാകും. അവർ പവിത്രമായിക്കൊണ്ടിരിക്കും. അവരിൽ റോയൽറ്റി വന്നുകൊണ്ടിരിക്കും. പരസ്പരം മാധുര്യത്തോടെ പാൽക്കടലായി, അതായത് ക്ഷീരസാഗരമായി ഇരിക്കും. മറ്റുള്ളവരെ നോക്കാതെ സ്വയം തന്നെ നോക്കും. അവരുടെ ബുദ്ധിയിലുണ്ടായിരിക്കും ആര് ചെയ്യുമോ അവർക്ക് പ്രാപ്തിയുണ്ടാകും എന്ന്. ഏറ്റവും മുഖ്യമായ സബ്ജക്റ്റ് എന്നത് ഓർമ്മയിലിരിക്കുക എന്നതാണ്. ഏത് കുട്ടികളാണോ ബാബയുടെ ഓർമ്മയിൽ നന്നായിരിക്കുന്നത് അവരുടെ ലക്ഷണങ്ങളെക്കുറിച്ച് ബാബ പറഞ്ഞു തരുന്നു. അവരിൽ നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കും. എത്രത്തോളം കർമ്മം സുകർമ്മമായിരിക്കുമോ അത്രയും ബാബയെ ഓർമ്മിക്കുന്നത് സഹജമായിരിക്കും. തിരിച്ച് ബാബയെ എത്ര ഓർമ്മിക്കുന്നുവോ അത്രയും ഗുണങ്ങൾ ജീവിതത്തിൽ കാണപ്പെടുകയും ചെയ്യും. നന്നായി ബാബയെ ഓർമ്മിക്കുന്നവർ പവിത്രമായിക്കൊണ്ടും ഇരിക്കും. പവിത്രത എന്നത് ബ്രഹ്മചര്യം മാത്രമല്ല, ബ്രഹ്മാവിനെ ആചരിക്കലും കൂടിയാണ്. അവർ തൻ്റെ പവിത്രതയുടെ അളവ് വർദ്ധിച്ചുകൊണ്ടും ഇരിക്കും, അത് ശക്തമാക്കിക്കൊണ്ടും ഇരിക്കും. എത്ര പവിത്രമാകുന്നുവോ അത്രയും രാജകീയത, അതായത് റോയൽറ്റിയും വന്നുകൊണ്ടിരിക്കും. അവരുടെ ചിന്താഗതിയിലും പെരുമാറ്റത്തിലും അത് കാണപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള ആത്മാക്കൾ കൂട്ടത്തിൽ വളരെ മാധുര്യത്തോടെ പാൽക്കടലായി നിൽക്കും. അവർക്ക് ആരെപ്രതിയും ഒരു പരാതിയും ഉണ്ടായിരിക്കില്ല. അവരുടെ ശ്രദ്ധ മറ്റുള്ളവരിലേക്ക് പോകില്ല. അവർ സ്വയം തന്നെ നോക്കും. അവരുടെ ബുദ്ധിയിലുണ്ടായിരിക്കും ആരാണോ ചെയ്യുന്നത് അവർക്കാണ് പ്രാപ്തിയുണ്ടാകുന്നത്. ആദ്യം മറ്റുള്ളവർ ചെയ്യട്ടെ, പിന്നെ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ എനിക്കൊരു ഉദാഹരണം കാണാൻ സാധിക്കട്ടെ, എന്നിട്ട് ഞാൻ ജീവിതത്തിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കാത്തു നിൽക്കില്ല. അവർ എന്ത് ബാബ പറയുന്നുവോ അത് ജീവിതത്തിൽ കൊണ്ടുവരും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സത്യമായ ബാബ സത്യമാക്കുന്നതിന് വന്നിരിക്കുന്നു. ഇതിനാൽ സത്യതയോടെ മുന്നേറണം. തൻ്റെ ചെക്കിംഗ് ചെയ്യണം. നമ്മളിൽ ആസുരീയ ഗുണമൊന്നുമില്ലല്ലോ. നമ്മൾ കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ലല്ലോ. വളരെ മധുരമുള്ളവരായി ശാന്തിയോടും സ്നേഹത്തോടും സംസാരിക്കണം. 2. മുരളിയിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കണം. ദിവസവും മുരളി പഠിക്കണം. തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം.
ടീച്ചർ എന്ത് ജോലി തരുന്നുവോ അത് ചെയ്ത് കാട്ടണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നാം സത്യതയോടെ മുന്നോട്ട് നീങ്ങണം. കാരണം സത്യമായ ബാബ നമ്മെ സമ്പൂർണ്ണ സത്യമാക്കുന്നതിന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ കള്ളത്തരമൊന്നും ഉണ്ടായിരിക്കരുത്. സ്വയം ചെക്ക് ചെയ്യണം. ഒരു ആസുരീയ അവഗുണവും ഇല്ലല്ലോ. കൂടുതൽ സംസാരിക്കുന്നൊന്നും ഇല്ലല്ലോ. കൂടുതൽ സംസാരിക്കുന്നു എങ്കിൽ അതിനർത്ഥം ബാഹിർമുഖതയാണ്, അന്തർമുഖതയല്ല. വളരെ മാധുര്യം നിറഞ്ഞവരായി ശാന്തിയോടും സ്നേഹത്തോടും പരസ്പരം സംസാരിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, മുരളിയിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കണം. ദിവസവും മുരളി നന്നായി പഠിക്കണം. മുരളി പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് കാര്യങ്ങൾ സ്പഷ്ടമാകുന്നത്. എപ്പോഴാണോ നമുക്ക് കാര്യങ്ങൾ സ്പഷ്ടമാകുന്നത് അപ്പോഴാണ് ധാരണ ചെയ്യാൻ സാധിക്കുന്നത്. ധാരണ ചെയ്യുമ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും അവരുടെ മംഗളം ചെയ്യുന്നതും സഹജമാകും. ടീച്ചർ എന്ത് ഹോംവർക്കാണോ തരുന്നത് അത് തീർച്ചയായും ചെയ്തു കാട്ടണം. ലോകത്തിലെ പഠിത്തത്തിലായാലും അത് ഒരു പ്ലസ് പോയിൻ്റാണ്. ഇവിടെയും അങ്ങനെ തന്നെ. വരദാനം: ഹോളി എന്ന വാക്കിൻ്റെ അർത്ഥത്തെ ജീവിതത്തിൽ കൊണ്ടുവന്ന് പുരുഷാർത്ഥത്തിൻ്റെ സ്പീഡിനെ തീവ്രമാക്കുന്ന തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ഹോളി അർത്ഥം ഏത് കാര്യം കടന്നുപോയോ കഴിഞ്ഞുവോ അതിനെ തികച്ചും തീർക്കുക എന്നതാണ്. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി മുന്നേറുക, ഇതിനെയാണ് ഹോളി ആഘോഷിക്കുക എന്ന് പറയുന്നത്. കഴിഞ്ഞുപോയ കാര്യത്തെ കഴിഞ്ഞ ഏതോ ജന്മത്തിലെ കാര്യമെന്ന് തോന്നണം. എപ്പോഴാണോ ഇതുപോലത്തെ സ്ഥിതിയാകുന്നത് അപ്പോൾ പുരുഷാർത്ഥത്തിൻ്റെ സ്പീഡ് തീവ്രമാകുന്നു. അപ്പോൾ തൻ്റെയും മറ്റുള്ളവരുടെയും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക, അത് വൃത്തിയിൽ തന്നെ കൊണ്ടുവരാതിരിക്കുക, ഒരിക്കലും വർണ്ണിക്കാതിരിക്കുക. അപ്പോഴാണ് തീവ്രം പുരുഷാർത്ഥിയാകാൻ സാധിക്കുന്നത്. ഹോളി എന്ന വാക്കിനർത്ഥം എന്ത് കടന്നുപോയോ കഴിഞ്ഞുപോയോ അത് തീർച്ചയായും തീർത്തും കഴിഞ്ഞു എന്ന് തന്നെയാണ്. എന്ത് തന്നെ ആയാലും എന്ത് കഴിഞ്ഞു പോയോ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടണം. അതൊരിക്കലും നമ്മുടെ ചിന്തനത്തിൽ വരരുത്, വൃത്തിയിൽ വരരുത്, അതൊരിക്കലും വർണ്ണിക്കുകയും അരുത്. എപ്പോഴാണോ ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് നാം വരുന്നത് അപ്പോഴാണ് തീവ്ര പുരുഷാർത്ഥി ആകുന്നത്. ഇതിൽ സ്വന്തം കാര്യവും മറ്റുള്ളവരുടെ കാര്യവും ഉൾപ്പെട്ടിട്ടുണ്ട്. ആരാണോ ഇങ്ങനെ തൻ്റെയും മറ്റുള്ളവരുടെയും കാര്യങ്ങൾ കഴിഞ്ഞ മുൻപത്തെ ഏതോ ജന്മത്തിലേതാണ് എന്ന രീതിയിൽ മറക്കുന്നത് അവരെയാണ് യഥാർത്ഥത്തിൽ ഹോളി ആഘോഷിക്കുന്നവർ എന്ന് അല്ലെങ്കിൽ തീവ്ര പുരുഷാർത്ഥി എന്ന് പറയുന്നത്. സ്ലോഗൻ: സ്നേഹം തന്നെയാണ് സഹജമായ ഓർമ്മയുടെ മാർഗം. ഇതിനാൽ സദാ സ്നേഹിയായിരിക്കുക, സ്നേഹി ആക്കുക. ആരോടാണോ സ്നേഹമുള്ളത് അവരെ നാം സഹജമായി ഓർമ്മിക്കുന്നു. അതിനാൽ ബാബയെ ഓർമ്മിക്കാനുള്ള സഹജമാർഗവും സ്നേഹം തന്നെയാണ്. സ്വയം ബാബയുടെ സ്നേഹിയാകണം, മറ്റുള്ളവരെയും സ്നേഹി ആക്കണം. ഓം ശാന്തി.